നമുക്ക് പൊളിക്കണം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്, അവരൊക്കെ സദ്യ കണ്ട് ഞെട്ടണം. സദ്യ എവിടെ എവിടെ കഴിക്കുക വിശക്കണ്. ஆஹா படவலத்துல போனவன் திரும்பி வந்தாச்சா? എന്റെ പൊന്നു കനകാന്റെ ഒന്നും പറയണ്ട. അങ്ങോട്ടും ബസ്സിന് പോയി ഇങ്ങോട്ടും ബസ്സിന് വന്ന് അവിടെയും പണി ഇവിടെയും പണി മൊത്തം വയ്യാതായി പോയി കേട്ടോ അങ്ങ്. ആ പിന്നെ അവിടെ 3 പണിക്കാരെ നിർത്തിയിട്ടുണ്ട്. അവരാണെങ്കിൽ തെങ്ങിന്റെ തടം എടുത്ത് പിന്നെ ഉപ്പ് ഇടുന്നു. പിന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, മഴ പെയ്യുന്നുണ്ടേ. അപ്പൊ ചാര വിട്ടില്ലേ? ചാരോടും ഉപ്പും ചാരോടും. ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അമ്മമ്മക്ക് അറിഞ്ഞൂടെ അമ്മമ്മ? അല്ല പിന്നെ നീ അത് പറഞ്ഞില്ല. പറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അമ്മമ്മ അതൊക്കെ വിട്ടോ, എനിക്ക് വിശക്കണം, ഫുഡ് എടുക്കും. കുറച്ച് ഉപ്പ് വാരി തിന്നൂടായിരുന്നോ തടത്തീന്ന്? അവിടെ നല്ല മീൻവളവും കാണുവേ. ആടി യൂ, ഞാൻ നിനക്ക് കുറച്ച് കൊണ്ടു തരണോന്ന് വിചാരിച്ചാണ് കേട്ടാ. അയ്യോ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ നിന്റെ മെറിലും കൊണ്ടുകൂട്. ഓ അമ്മമ്മ വിശക്കണ്, സദ്യയുടെ ഇല ഞാൻ വെട്ടണ ഇല ഇവിടെ ഉണ്ടാ? എടാ ഓണസദ്യയുടെ കാര്യം പറഞ്ഞതാ. അയ്യോ അതിപ്പോഴും ഉണ്ടാക്കി വെച്ചാ? എടാ ഓണത്തിന് സദ്യ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞതാന്ന്. ഓ ഓണത്തിന് സദ്യ ഉണ്ടാക്കുന്ന കാര്യം. ആ എനിക്കിപ്പോ വിശക്കണ്, ഇപ്പൊ എനിക്ക് വല്ലതും കഴിക്കാൻ എന്താ? டேய் நீ அப்ப ஒண்ணுமே சாப்பிடலையா? ഒന്നും കഴിച്ചില്ല. ഒന്നുമേ സാപ്പിടില്ലയാ? ശിവ അമ്മൂമ്മോയ്. ഓ അതന്നെ ഞാൻ ഇവിടുന്ന് രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് പായൂര് അമ്പലത്തിന് അവിടെ ബസ്സെത്തി. ഞാൻ വിചാരിച്ചു അവിടെ ഇറങ്ങിയേക്കാന്ന് വെച്ചാൽ അവിടെ ഇറങ്ങി. നീ എന്തിനാ അവിടെ ഇറങ്ങിയത്? വീടിന്റെ മുമ്പിലത്തെ റോഡിൽ വണ്ടി നിർത്തത്തില്ലായിരുന്നോ? അത് നിർത്തുമായിരുന്നു അമ്മൂമ്മ, പക്ഷെ വീടിന്റെ റോഡിൽ കടയില്ലല്ലോ. ഞാൻ അവിടെ നമ്മുടെ പായൂർ അമ്പലത്തിന്റെ അടുത്ത് ഇറങ്ങി. എന്നിട്ട് നമ്മുടെ അവിടുത്തെ കടയിൽ കയറി ഒരു 4 അപ്പവും 2 മുട്ടക്കറി ഒരു വടയും ഒരു ചായയും മേടിച്ച് കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. അവിടെ പിന്നെ ഉമേശേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാം കൂടെ പണി അങ്ങ് തുടങ്ങി. പിന്നെ ഞാൻ 2 പേരെ അവിടെ എക്സ്ട്രാ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, തെങ്ങ് കയറാനായിട്ട്. അവര് വരാമെന്ന് പറഞ്ഞോ? പിന്നെ പറഞ്ഞില്ലേ സംഭവം, നമ്മൾ നേരത്തെ വിളിച്ച് അവരൊക്കെ അറേഞ്ച് ചെയ്തില്ലെങ്കിൽ ഓണ സമയമാകുമ്പോൾ അവർക്ക് ടക്കിന് ഡിമാൻഡ് അങ്ങ് കയറി കൂടും. അത് നന്നായി. അതാവുമ്പോൾ നമുക്ക് ഓണത്തിന് തേങ്ങ ആവശ്യമില്ലേ. പിന്നെ വേറെ 2 പേരെ പിന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തിന്? പറമ്പില് കാര്യമുളകൊക്കെ കിടക്കില്ലേ, കാര്യമുളക് കാന്താരിമുളക് ഒക്കെ പറിക്കാൻ ആള് വേണ്ടേ? അവിടെ നിന്നൊരു 3 ദിവസം നിന്ന് പറിച്ചാലേ അതൊക്കെ തീരുള്ളൂ. കാന്താരിക്കൊക്കെ എന്തൊരു വിലയെന്നറിയോ, 500 രൂപയാണ് കിലോ. മക്കളെ കാറ്റത്ത് വാഴ വല്ലതും ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നോ? അതൊരു 10, 14, 15 ഒടിഞ്ഞു വീണ്. അയ്യോ എന്തൊരു ഒന്നും സ്ഥിരം സംഭവിക്കണല്ലേ, സ്വാഭാവികം. കുറഞ്ഞു പോയെന്ന് പറയാം. டேய் குருமிளகா விளவெடுக்கிறதுக்கு ஆச்சா? ആച്ചാ എന്ന് ചോദിച്ചാ അമ്മൂമ്മ അതിന് ഒരാളെ നിർത്തിയിട്ടുണ്ട്. അത് മറ്റേ എല്ലാവരും കൂടെ ചേർന്ന് പറിച്ചോളാന്ന് പറഞ്ഞു. ഉമേശേട്ടനും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിനറിയാം എന്തരാവുമെന്ന്. ഉമേഷിന്റെ കാര്യമൊന്നും പറയണ്ട. യേശേ ഇപ്പൊ എല്ലാം കൂടെ വാരി പറക്കി ഉണക്കിയും കൊണ്ടുവന്നല്ലേ നമുക്ക് ഓണച്ചുണ്ട പൊളിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പൊളിക്ക് ഞാൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നോട്ടീസും പോസ്റ്ററും അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഉച്ചയ്ക്ക് പോയിട്ട് അതൊക്കെ മേടിക്കണേ. നോട്ടീസോ? നോട്ടീസ് പിന്നെ നോട്ടീസ് വേണ്ട അമ്മൂമ്മ, നോക്കിക്കോ. ഞാൻ ഈ വാഴക്കാല ദേശത്ത് മൊത്തം ഞാൻ ഒട്ടിക്കും. പറ്റുമെങ്കിൽ എറണാകുളത്ത് മൊത്തം ഞാൻ ഒട്ടിക്കും. കുറച്ച് പബ്ലിസിറ്റി നല്ലതാണ്. എടി പബ്ലിസിറ്റി ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ തുരുതിരാന്ന് വന്ന് കേറുള്ളൂ. டேய் கேசு அந்த நோட்டீஸ்லயும் போஸ்டர்லயும் என்ன எழுதி இருக்கு? പാറമട ഓണച്ചന്ത, തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന ജൈവ പച്ചക്കറി ഓണച്ചന്ത. എങ്ങനെയുണ്ട്? കളർ സാധനല്ലേ? ஆமாண்டா நீ ரொம்ப சூப்பர் தானே. ആന്റി എനിക്ക് അറിയാൻ പാടില്ലത്തോട് ചോദിക്കുക, ആന്റി എന്തിനാണ് കുട്ടിന് പീരിടുന്ന പോലെ കേശു സൂപ്പർ കേശു സൂപ്പർ കേശു സൂപ്പർ എന്ന് പറഞ്ഞോണ്ടിരിക്കണേ? ഞങ്ങൾ അതേപോലെ പൊട്ടക്കഞ്ചിന് കിട്ടിയതാ. എന്താടി ആന്റി പറയട്ടെ. ആന്റി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊക്കി പൊക്കി പറയുമ്പോളേ ഞാനങ്ങ് ചാർജ് ആവും. അത് പോട്ട്. പിന്നെ ഓണത്തിന്റെ കാര്യം, പടവലത്താണെങ്കിലും ഇവിടെ ആണെങ്കിലും സദ്യ നമുക്ക് ഗംഭീരാക്കണം. അതിപ്പോ നമ്മൾ എല്ലാ തവണയും ഗംഭീരമാക്കാറില്ല അല്ലേ അമ്മൂമ്മ? ഇപ്രാവശ്യം കുറച്ചും കൂടെ ഗംഭീരമാക്കണം. കാരണം എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് ലോറി കണക്കിന് ആൾക്കാരൊക്കെ വരാൻ പോകുന്നേ. അപ്പൊ പിന്നെ ഗംഭീരമാക്കണം. அப்படின்னா இந்த ஓணம் கேசுக்கு தான் சூப்பர். കനകാന്റിയെ വേണ്ട കേട്ടാ. വാങ്ങുന്നേ. ഓണത്തിന് കേരളത്തിലുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കും. ആണോ? ആഹാ, അപ്പൊ ചിക്കനും മട്ടനും ബീഫും ഒക്കെ ഉണ്ടാ? എന്തോ ചിക്കനും മട്ടനും ഒക്കെയോ? അതൊന്നും ഇവിടെ പറ്റത്തില്ല. അതുകൊള്ളാമല്ലോ. അമ്മൂമ്മയല്ലേ പറഞ്ഞ കേരളത്തിലുള്ള എല്ലാ വിഭവങ്ങളും കാണുമെന്ന്. അമ്മൂമ്മ അങ്ങ് വടക്കോട്ടൊക്കെ ഈ വിഷു ആയാലും ഓണം ആയാലും ഇലയുടെ ഒരു സൈഡില് കുറച്ച് ബീഫ്, കുറച്ച് ചിക്കൻ, കുറച്ച് മട്ടൻ അത് കണ്ടിരിക്കും. അതൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഇവിടെ പറ്റത്തില്ല. പിന്നെ വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വെജിറ്റബിൾസ് തന്നെ ഒരു 6 ആട്ട. എന്താ പറയണ? ശിവ ഞെട്ടണേ കാര്യം പറഞ്ഞാ. ഉച്ച കഴിഞ്ഞ് വേറെ വള്ളിയൊന്നും പിടിച്ചു നോക്കല്ലേ, നമുക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പോകുള്ളതാണ്. ലച്ചേച്ചിയും പാറുകൂടെ അപ്പുറത്ത് കാണും. പറഞ്ഞു പോയി. വേണ്ട, ഞാൻ തന്നെ പോയി പറയാം. ലച്ചേച്ചേ വേറെ വള്ളിയൊന്നും പിടിക്കില്ലേ. നിന്നെ കൂടുതൽ എന്ത് വള്ളിയാണ് ഇവിടെ ഉള്ളത്?
യു തിരക്കിനിടെ വന്ന കാര്യം മറന്നുപോയി. എന്തുവാ? വിശക്കണ ഫുഡ് ഇടാ. ആഹാ, അതാണോ? അത്